സാൻ ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്ന ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് കേട്ടോ. UAE വാഗമൺ എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ ഇപ്പൊ പോകുന്നത്. നാട്ടില് മൂന്നാറിലും വാഗമണിലൊക്കെ പോയാൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല മഞ്ഞ് മൂടി നിൽക്കുന്ന ഈ മലനിരകളുടെ കാഴ്ചകളും നല്ല ഹെയർ പിൻ റോഡും എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോയാൽ മതി. ദുബായിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്താൽ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരും കേട്ടോ. മനസ്സിന് സന്തോഷം നൽകുന്ന പ്രകൃതിയുടെ ദൃശ്യങ്ങളും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ്. അടിപൊളി നല്ല രീതിയിൽ നമുക്ക് ലോ ക്ലൗഡ്സ് കിട്ടുന്നുണ്ട്. സ്വർഗത്തിലൊക്കെ പോയ ഒരു ഫീലാണ് കാണുന്നത്. ഫുള്ള് മഞ്ഞളിങ്ങനെ പൊതച്ച് നിൽക്കുന്ന ഈ ഒരു പർഫർ മൗണ്ടൻ ഉണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിരാവിലെയും അതേപോലെ വൈകിട്ടുമാണ് കേട്ടോ നമുക്ക് ഈ ഒരു സ്ഥലം സന്ദർശിക്കാൻ പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത്. സൺറൈസും അതേപോലെ തന്നെ സൺസെറ്റും നമുക്ക് ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പർഫർ മൗണ്ടൻ. ഏത് ചൂടുള്ള കാലാവസ്ഥയിലും നല്ല തണുപ്പ് നിറഞ്ഞൊരു കാലാവസ്ഥയാണ് ഈ പർഫർ മൗണ്ടന്റെ ടോപ്പിൽ വരും നമുക്ക് കിട്ടുന്നത്. അത് രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതേപോലെ മഞ്ഞ് മൂടി നിൽക്കുന്ന മലനിരകളുടെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ഫീലാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. നമ്മളിപ്പോൾ വാഗമണ്ണിൽ അല്ലെങ്കിൽ മൂന്നാറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന അതേപോലുള്ള മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പർഫർ മൗണ്ടനിലെ ടോപ്പിലാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ രാവിലെ വന്നപ്പോൾ അത് സൺനെറ്റ് ഏകദേശം ഒരു റൈസ് ആയിട്ടാണ്. നമ്മൾ നല്ല ലോ ക്ലൗഡ്സ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ക്ലൗഡ്സ് ഒക്കെ ഇപ്പൊ പോയി തുടങ്ങിയിട്ടാ. അതുകൊണ്ട് ഇപ്പൊ ആൾക്കാരൊക്കെ ഒന്ന് പോയി തുടങ്ങി. നല്ല മലനിരകൾക്ക് ഇടയിലൊക്കെ തന്നെ നല്ല രീതിയിൽ ക്ലൗഡ്സ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല കാറ്റ്, നല്ല തണുപ്പ്, ഏകദേശം ഒരു 24 ഡിഗ്രി ഒക്കെയാണ് നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ ഉള്ളത്. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡിലേക്ക് വരാണെങ്കിലും നല്ല വ്യൂ ആണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് ഒരിക്കലെങ്കിലും വന്ന് കാണട്ടെ. ഈ ഒരു സമ്മർ ടൈമിൽ നമുക്ക് വന്ന് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു പർഫർ മൗണ്ടൻ. നമ്മള് രാവിലെ തന്നെ വരണം കേട്ടോ. രാവിലെ വന്നാലാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഫീലൊക്കെ കിട്ടുള്ളൂ. ഏകദേശം ഒരു 7 മണി ആറായപ്പോഴേക്കും ക്ലൗഡ്സ് എല്ലാം പോയി. അപ്പൊ ഒരു 5 മണി 5:30 നമുക്ക് എത്തിയാൽ ബെസ്റ്റ്. അല്ല, ലോ ക്ലൗഡ്സ് കാണാൻ വന്നതാണ് പർഫർ മൗണ്ടനിൽ. അത് നല്ല രീതിയിലുള്ള ക്ലൗഡ്സ് ഒക്കെ കിട്ടിട്ടോ. അതും കഴിഞ്ഞിട്ട് നമ്മളിപ്പോ നേരെ ഇനിയിപ്പോ തിരിച്ച് പോവാണ്. നല്ല ഹെവി ആയിട്ടുള്ളൊരു ഓഫ് റോഡ് ട്രാക്കാണ് ഈ പർഫർ മൗണ്ടനിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല 4x4 വണ്ടികൾ കൊണ്ട് മാത്രം വരിക. അല്ലാത്ത വണ്ടികളൊക്കെ വരാൻ പറ്റും, പക്ഷെ അത് വരുന്നത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്താ വെച്ചാൽ ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പൊ നമ്മള് കുറച്ച് ഏരിയയിൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഏരിയകളുള്ളത്. ബാക്കി ഏരിയയൊക്കെ നമുക്ക് സുഖമായിട്ട് തന്നെ സാധാ വണ്ടി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പൊ നമ്മളങ്ങനെ പർഫർ മൗണ്ടനിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ഫുജേറ കോർഫക്കാൻ ഹൈവേയിൽ നമ്മൾ എത്തിച്ചേർന്നു കേട്ടോ.
ഫുജൈറ കോർഫക്കാൻ ഹൈവേയിൽ എക്സിറ്റ് നമ്പർ 79 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫർഫർ മൗണ്ടനിലേക്കുള്ള ആ ഒരു മെയിൻ റോഡ് നമുക്ക് കിട്ടും കേട്ടോ. ഫർഫർ മൗണ്ടൻ വ്യൂ പോയിന്റിന്റെ ആ ഒരു മെയിൻ ലൊക്കേഷന്റെ ആ ഒരു ഗൂഗിൾ മാപ്പ് ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. ഫർഫർ മൗണ്ടനിലെ ലോ ക്ലൗഡ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയ ഒരു ട്രിപ്പായിരുന്നു നമ്മൾ. ചെറിയൊരു ട്രിപ്പാണ്. നമ്മൾ മുമ്പ് ഫർഫർ മൗണ്ടനിൽ പോയിട്ടുണ്ട്, ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ലോ ക്ലൗഡ്സ് ഉള്ള ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായില്ല. അത് നമ്മൾ പോയി എക്സ്പീരിയൻസ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മളൊരു രാവിലെ വന്നാൽ മതി. രാവിലെ വന്ന് ഒരു 5:30 ആകുമ്പോഴേക്ക് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലൗഡ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഒരു 7 മണിക്ക് ആകുമ്പോഴേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമുണ്ട്. അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് വെഹിക്കിൾ വേണം. എന്നുവെച്ചാൽ റോഡൊക്കെ ഭയങ്കര മോശമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനി അടുത്തൊരു എപ്പിസോഡ്. ഓക്കെ, ബൈ.